Hi friends, Food Safety ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ചീസ് റോൾ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ബേക്കറിയിൽ തയ്യാറാക്കുന്ന അതേ രീതിയിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ചീസ് റോൾ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിന് അധികം ചൂടുണ്ടാവാൻ പാടില്ല. നമുക്കിങ്ങനെയൊന്ന് തൊടാൻ പറ്റുന്ന ചൂട് മാത്രമേ ഉണ്ടാവാവുള്ളൂ. ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലുള്ള ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതൊന്ന് ഈസ്റ്റ് നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിലേക്ക് ചേരും. ഇതിപ്പോൾ 1.5 കപ്പ് മൈദയുണ്ട്. 250 മില്ലി കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദ. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും ഓയിൽ. നമുക്കിതൊന്ന് കൈവച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്തിട്ട് മാവ് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ അളന്ന് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർത്ത് വെള്ളം കുറവാണെന്നൊക്കെ തോന്നിയാൽ നിങ്ങൾക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം തന്നെ ബാക്കി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റായ മാവായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഓയിലിൽ നിന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ സമയം വേണ്ടി വരും. അപ്പോൾ എത്ര സമയം എടുത്തു എന്ന് ഞാൻ അപ്പോൾ പറയാം. നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ചീസ് റോളിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഓയിൽ. ഈ പാനിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ 1 സവോള ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് കൃത്യമായിട്ട് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചും ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഫില്ലിങ്സ് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം. ഇത് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് വേവിച്ച് ഉപ്പ് മാത്രം ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അതിനുശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതോടെ ചേർത്ത് കൊടുക്കാം. അധികം ഒന്ന് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചില്ലി ഫ്ലേക്സ് ആയിട്ടില്ല എങ്കിൽ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വറ്റൽമുളക് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇത് ഇറ്റാലിയൻ സീസണിങ് ആണ്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ പാക്കറ്റ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. ഇപ്പം നിങ്ങൾക്ക് ഇറ്റാലിയൻ സീസണിങ് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഫില്ലിങ്സിന് ഉപ്പൊക്കെ കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ മയോണീസ് ഒന്നും ചേർക്കുന്നില്ല. പകരം നമുക്ക് വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ആ മൈദയൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പകരം നിങ്ങൾക്ക് മയോണീസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, കുഴപ്പമില്ല. ഇതിൽ ഞാനൊരു 1/4 കപ്പ് നോർമൽ മിൽക്ക് ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങാപ്പാലല്ല, സാധാരണ പാൽ. അപ്പോൾ ഇത് ആ മയോണീസ് ചേർത്ത പോലെ വൈറ്റ് സോസ് പാസ്തയിലൊക്കെ കിടക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ ഫില്ലിങ്സ് ഇത്രയും വരെ ആക്കുന്നുള്ളൂ. ഇനി ഇതിലൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ മാവും റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിങ്ങനെ പഞ്ച് ചെയ്ത് ഇതിലേറങ്ങ് കളയണം. മാവ് ഇതുപോലെ നന്നായിട്ട് പൊന്തി വരണം, അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ മാവ് നല്ല മയമാണ്. നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇടാം. ഈ മാവ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ചെറിയ ബോൾസാക്കി മാവ് എടുത്തിട്ട് നമുക്കിത് പരത്താം.
ഇപ്പം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് ഒരു ടവൽ വെച്ച് ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഈ ടവലങ്ങ് മാറ്റാം. അടുത്തതായിട്ട് നമുക്കൊരല്പം മൈദ തൂളി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തുമല്ലോ അതുപോലെ തന്നെ. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇത് മൊസറല്ല ചീസാണ്. ഇതിന് മുകളിലായിട്ട് നമുക്ക് അല്പം മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ചിക്കൻ ചീസ് റോളല്ലേ. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കാം. ഇതാ ഇതുപോലെ. അടുത്തായിട്ട് ഈ സൈഡ് സെൻറ്ററിലേക്ക് മടക്കാം. ഇനി ഇത് മുമ്പോട്ട് മടക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്യാം. വീണ്ടും റോൾ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് കവറായിട്ടുണ്ട്. ആ ഫില്ലിങ്സ് ഒന്നും വെളിയിൽ വരത്തില്ല. ഞാനിപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഫുള്ള് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലൊരു ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, തമ്മിൽ ഒട്ടാതിരിക്കണം. ഞാൻ ഈ ട്രേയിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്നുകൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ മുട്ട ഇതിലേക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇത് സൈഡിലൊക്കെ ആക്കി കൊടുക്കണം. ഇതിപ്പോൾ വെളുത്ത എള്ളാണ്. ഇതിന് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിരിക്കുന്ന ഓവനിലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ചീസ് റോൾ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതൊരു ചെറിയ കഷ്ണം ബട്ടറാണ്. നമുക്കിതിന് മുകളിൽ ഇതുപോലെ പതിയെ ഒന്ന് തൂത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ളപ്പോൾ തൂത്ത് കൊടുത്താൽ ബട്ടർ അങ്ങ് മെൽറ്റായിട്ട് പിടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടമാകുന്ന അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ചീസ് റോള് തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.